പ്രസിദ്ധിയും കുപ്രസിദ്ധിയും ഒരുപോലെ നേടിയ ഒരു സംവിധായകനാണ് ശ്രീകുമാർ മേനോൻ. ശ്രീകുമാർ മേനോൻ കൂടുതൽ അറിയപ്പെടാൻ തുടങ്ങിയത് മഞ്ജു വാര്യരെ വെച്ച് വലിയ രീതിയിലുള്ള ഒരു പരസ്യം അമിതാഭ് ബച്ചനെ വെച്ച് ഷൂട്ട് ചെയ്തപ്പോൾ മുതലാണ്. മഞ്ജു വാര്യരുടെ കുടുംബം തകർന്നതിന്റെ പിന്നിൽ പോലും ഉയർന്നു കേട്ട പേര് ശ്രീകുമാർ മേനോൻ എന്നായിരുന്നു. ജൂനിയർ ആർട്ടിസ്റ്റിന്റെ പീഡന പരാതി ഇപ്പോൾ ശ്രീകുമാർ മേനോനെതിരെ വന്നിരിക്കുന്നു. ജൂനിയർ ആർട്ടിസ്റ്റിന്റെ പീഡന പരാതിയിൽ സംവിധായകൻ ശ്രീകുമാർ മേനോനെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. പരസ്യചിത്രത്തിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് ശ്രീകുമാർ മേനോനെതിരെയുള്ള വെളിപ്പെടുത്തൽ. IPC 354 ശ്രീകുമാർ മേനോനെതിരെ ചുമത്തിയിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പ് കൂടിയാണിത്. ഇമെയിൽ മുഖേന ലഭിച്ച പരാതിയിൽ മരട് പോലീസാണ് കേസെടുത്തത്. കൂടുതൽ അന്വേഷണത്തിനായി കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഉണ്ടായ ആരോപണങ്ങൾക്കിടയിൽ മോഹൻലാൽ ഇന്ന് പ്രതികരണവും നടത്തും. അമ്മ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞതിനു ശേഷം ആദ്യമായാണ് മോഹൻലാൽ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷവും നടന്മാർക്കെതിരെ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്ന ശേഷവും മോഹൻലാൽ പ്രതികരിക്കാത്തതിനെതിരെ വിമർശനവും ഉയർന്നിരുന്നു. ശ്രീകുമാർ മേനോനും മഞ്ജു വാര്യരും തമ്മിൽ പിന്നീട് തെറ്റുകയും ചെയ്തിരുന്നു. ആദ്യഘട്ടത്തിൽ വലിയ സുഹൃത്തുക്കളായിരുന്നെങ്കിലും പിന്നീട് തെറ്റിയതോടെ ദിലീപിന്റെ കേസുമായി ബന്ധപ്പെട്ടും ആ സ്ഥാനത്ത് സാക്ഷിയായിരുന്ന ശ്രീകുമാർ മേനോനെ വിസ്തരിക്കേണ്ട എന്ന് പോലും അവർ പറയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു. ഏതായാലും മഞ്ജു വാര്യരും ശ്രീകുമാർ മേനോനും എല്ലാം ചേർന്നാണ് ദിലീപിനെ കുരുക്കിയത് എന്ന ആരോപണം പല ഘട്ടങ്ങളിലും ഉയർന്നിരുന്നു. ഇപ്പോൾ ശ്രീകുമാർ മേനോൻ പ്രതിയാക്കപ്പെടുന്നതോടെ എല്ലാ കാര്യങ്ങളും പുറത്തു വരുമെന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ദിലീപിനെ കുടുക്കാനിറങ്ങിയ ശ്രീകുമാർ മേനോൻ ഇപ്പോൾ പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.